Good morning. Sir. Sir. Morning, sir. Good morning. Good morning. പല ആൾക്കാരും നോട്ട്ബുക്കൊക്കെ നോക്കാൻ വന്നിരുന്നു അല്ലേ? കംപ്ലീറ്റ് ചെയ്യാനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വിചാരിക്കുകയാണ്. അപ്പൊ നാളെയാണോ നിങ്ങളുടെ എക്സാം? നാളെയാണോ എക്സാം? അപ്പോ ഇന്ന് നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ചെയ്യാം. പല കാര്യങ്ങളും മറന്നു പോയിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒന്ന് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യ രൂപത്തിലല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കും. നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകാം. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് 3n - 7 ഇത് എന്താന്ന് പറഞ്ഞ ആദ്യം. ഇത് എന്താ സംഭവം? Expression. Algebraic expression. Algebraic expression. എന്തിന്റെ? Arithmetic sequence. What is the first term? 10. 10 അല്ലേ? വേറെ ആർക്കെയും വേറെ എന്ത് അഭിപ്രായം ഉണ്ടോ? Sir, -10. -4. -10 അല്ല, -4 -4 ആണ്. -4. നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ തെറ്റിക്കുന്നു. അപ്പൊ നാളെ എക്സാം എഴുതുമ്പം ഇത് തെറ്റിക്കുന്നു ഉറപ്പായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. ഫസ്റ്റ് ടൈം കാണൽ എങ്ങനെയാണ്? 3, ഈ 3 എഴുതി, ഈ -7 എഴുതി. ഇതാണ് ഫസ്റ്റ് ടൈം പറയുന്നത്. 3 - 7 3 - 7 3 - 7 പറഞ്ഞാൽ എത്രയാ? -4 -4 ആണ് എന്ത് എഫ് പറയുന്നത്. Then what is the common difference? 3. കോമൺ ഡിഫറൻസ് അങ്ങനെ ആർക്കും തെറ്റാണ്. പക്ഷെ ഫസ്റ്റ് ടൈം മിക്കവാർക്കും തെറ്റാറുണ്ട്. തെറ്റിക്കരുത്. ഇത് 2 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ചോദ്യമാണ്. അത് നമ്മൾ തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ് കേട്ടോ. 5/2n - 3/2. ഇതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ് എഴുതേണ്ടത്. എഴുതിക്കോളൂ. ഫസ്റ്റ് ടേം 1 ആണോ? First term 1. പിന്നെ Difference 5/2. ഡിക്ക് ഒരു ഡൗട്ടും വേണ്ട. ഡി അറിയുന്നത് എന്നിന്റെ കൂടെ ഉള്ള നമ്പറാണ്. എന്നിന്റെ കൂടെ 5/2 ആണ്. അതുകൊണ്ട് 5/2 ആൻസർ. എത്ര എളുപ്പം ഒരു മാർക്ക് കിട്ടാൻ എന്നിന്റെ കൂടെ ഉള്ള ഈ കോഎഫിഷ്യന്റ് ഓഫ് n നോക്കിയാൽ മതി. പക്ഷെ ഫസ്റ്റ് ടേം കാണാന് ഈ n ഇവിടുന്ന് വായിച്ചറിയാം. അപ്പൊ ബാക്കിയുള്ളത് എഴുതിയാൽ മതി. 5/2 - 3/2 equal to denominator same ആണ്. അപ്പൊ 2 5 - 3 ആണ് 2 ആണ്. അപ്പൊ 1 ആണ് ഉത്തരം കിട്ടുക. ഇവിടെ n ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനില് നമ്മളോട് 10th ടേമും കൂടി ചോദിച്ചു എന്ന് വിചാരിക്കും. 10th ടേം എങ്ങനെ കാണും? Find the 10th term. F + 90.
x1 plus അങ്ങനെ 9b. കാണാവുന്നതാണ്. അതിനേക്കാൾ ഒരു എളുപ്പ വഴിയുണ്ട്. 3 into 10 minus 7. വെരി ഗുഡ്. 3 into 10 minus 7. ഈ എന്നിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. ഇത് യഥാർത്ഥത്തിൽ xn ആണ്. അപ്പൊ എന്നിന് 10 കൊടുത്താൽ ഇവിടെ 3 into 10 minus 7. That is 30 minus 7 equal to 23. നിങ്ങൾ പറഞ്ഞ f plus 9d അതും പറ്റും. ചില സമയത്ത് അത് എളുപ്പം, പക്ഷെ ഇവിടെ അതല്ല എളുപ്പം. ഇനി അങ്ങനെ കൊടുത്താലും മാർക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യനില് വാട്ട് ഈസ് ദ 20th ടേം ഒന്ന് കണ്ടെത്തിക്ക്. 20th ടേം $97 by 2. ഓക്കെ, കറക്റ്റ് ആണ്. 97/2. 20th ടേബിൾ കാണാൻ 5/2 എഴുതിയിട്ട് ആ എന്നിന്റെ സ്ഥാനത്ത് 20 എന്ന് കൊടുക്കുക, പിന്നെ -3/2. ഇവിടെ 20 കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 20 100 ആണ്. 100/2 അല്ലെങ്കിൽ ഇത് രണ്ട് കട്ടിങ് ചെയ്യാം. -3/2. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് by2 100 3 കുറച്ചാൽ 97/2 ആണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം. ഞാൻ എല്ലാം ഒന്നും പറയില്ല. ചോദിക്കാൻ എപ്പോഴും SLC എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, വേറൊന്ന് ഞാൻ വാട്ട് ഈസ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്? n into n plus 1/2. നോട്ട് നോക്കാവുന്ന കാര്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അത് n into n plus 1/2. അതേപോലെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിലോ N into n plus 1. ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ N square. Minus 1 or ഇത് മൂന്നും മറക്കരുത് മക്കളെ. ഇത് മൂന്ന് ഒരുമിച്ചാ ചോദിക്കുക സാധാരണ. മൂന്ന് ഒരുമിച്ചാ 3 മാർക്ക് ചുരുങ്ങിയത് നമുക്ക് കിട്ടും. ഇത്തരം നല്ല കാര്യങ്ങളൊന്നും നമ്മൾ വിട്ട് കളയരുത്, മറക്കരുത്. അത് ഇപ്പൊ തന്നെ പഠിക്കുക, എന്നാലും വളരെ എളുപ്പമാണ് സംഗതി കേട്ടോ. അപ്പോ n into n plus 1 sum of the natural numbers ആണ്. This is the sum of the even numbers. This is sum of the odd numbers. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. 1 2 plus 3 ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് up to 46. എന്താ ആൻസർ? This is sum of the natural numbers. Answer പറയൂ. $46 into 47/2. 46 into 47/2. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച്? N into n plus 1/2. ഇവിടെ n 46. അപ്പൊ 46 n പ്ലസ് തൊട്ടടുത്ത നമ്പർ 46 into 47/2. ഓക്കെ, n into n plus n പറഞ്ഞ അവസാനത്തത്, n പ്ലസ് തൊട്ടടുത്തത്, അവസാനത്ത് 46 into 47/2. ഓക്കെ, ഇത് ചിലപ്പോ ഇങ്ങനെ ചോദിക്കട്ടോ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 46 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 46 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാം.
അപ്പൊ 46 into 47/2 ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഈവൻ നമ്പർ 2 plus 4 plus 6 plus etc plus 46 എഴുതിക്കൊണ്ട് എന്താ ആൻസർ? 23 into 24 by 23 into 20. 23 into 24. 23 into 24. 23 into 24. ഓക്കെ, പറഞ്ഞവർക്ക് എല്ലാവർക്കും വെരി ഗുഡ്. ഓക്കെ, 23 into 24 ഈവൻ നമ്പർ ആകുമ്പോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നെ അറിയണ ഇതല്ല, ഇതിന്റെ പകുതിയാണ് 23 into 24. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് എന്താ ചോദിക്കുക? ഫസ്റ്റ് 46 even number. 46 even number. 46 23 ഈവൻ നമ്പേഴ്സ്. 23. ഓക്കെ, ഈ 23 ഈവൻ നമ്പേഴ്സ് 23 ഈവൻ നമ്പേഴ്സിന്റെ സമ്മ. അപ്പൊ 23 ഈവൻ നമ്പേഴ്സിന് സംഭവിച്ചാൽ 23 × 24. 46 ചോദിച്ചാൽ 46 × 47/2. ഇത് ഈവൻ നമ്പർ ആകുമ്പോൾ ചോദിക്കുക 46 ആണെങ്കിൽ 46 × 47 എഴുതുക. ഇത് 46 ഇല്ല, ഇത് 23 ഉള്ളൂ. ആണോ, ഇവിടെ എത്തുമ്പം 6 3 ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, then 1 plus 3 plus 5 plus etc plus 45 ഓഡ് നമ്പേഴ്സ് ആയിക്കോട്ടെ. ഓഡ് നമ്പേഴ്സ് ആകുമ്പോ എന്തിന്റെയോ സ്ക്വയറാ, എന്നിന്റെ സ്ക്വയർ. അപ്പൊ എത്ര എഴുതാം? എന്തിന്റെ സ്ക്വയർ എഴുതാം? 22.5. 23 square. 23 square. 23 square. 23. ഈ 23 എങ്ങനെയാ കിട്ടണൊക്കെ പറഞ്ഞതാ. 45ന്റെ കൂടെ 1 കൂട്ടുക 46. 46ന്റെ പകുതി 23. 23ന്റെ സ്ക്വയർ ആണ്. അപ്പോ ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയട്ടോ. ഫസ്റ്റ് സം കാണാനാണ്. ഫസ്റ്റ് 25 നാച്ചുറൽ നമ്പേഴ്സ് എന്തായിരിക്കും ആൻസർ? സം ഓഫ് ഫസ്റ്റ് 25 നാച്ചുറൽ നമ്പേഴ്സ്. എന്താ ഉത്തരം? 25 into 25. 25 into 24. ഞാൻ അടുത്ത എന്താ അറിയോ? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 ഈവൻ നമ്പേഴ്സ്. 30 into 31. 30 into 31. 30 into 31. പക്ഷെ ഇങ്ങനെ വരുമ്പോഴാ മാറ്റുള്ളത്. കാരണം ഇവിടെ 46 തന്നാൽ 46 ഇല്ല, ഇവിടെ 23 ഉള്ളൂ. പക്ഷെ ഇവിടെ 30 പറയുന്നത്, അതുകൊണ്ടാണ് 30 into 31 എഴുതിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 31 odd numbers. 16 square. ഏതാ? 16 square. Square. 16 square. 31 square. 60 square. 31 square തന്നെ. എടാ, ഇതിലെന്താ അറിയോ? ഇതിലെ 3ലും എത്രണ്ണം പറഞ്ഞിട്ടുണ്ട്? ഇത് 25 എണ്ണം. 25 എണ്ണം പറഞ്ഞാൽ n 25 എന്നാ. അപ്പൊ 25 n 25. ഇവിടെ 30 എണ്ണം. 30 എണ്ണം പറഞ്ഞാൽ n 30. n 30 ആണെങ്കിൽ 30 n 31. ഇവിടെ 31 എണ്ണം. അപ്പൊ 31 എന്ന് പറഞ്ഞാൽ n 31 ആവും. n 31 എന്ന് പറഞ്ഞാൽ 31ന്റെ സ്ക്വയർ. ഓക്കെ, പക്ഷെ ഇവിടെ എണ്ണം തന്നിട്ടില്ല. ഇവിടുത്തെ എണ്ണം 46. പക്ഷെ ഈ എണ്ണം 23. അതുകൊണ്ടാണ് 23 24. ഇവിടെ ആകെയുള്ള എണ്ണം 45 അല്ല, 23 എണ്ണ. ആ 23 കിട്ടുന്നത് 46ന്റെ പകുതി 23. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ 2 ക്വസ്റ്റ്യൻ തരാമെന്ന് ചെയ്യുന്നു കേട്ടോ. വാട്ട് ഈസ് the sum of
ഫസ്റ്റ് ഓക്കെ, കേൾക്കുന്നുണ്ടോ? Yes, sir. എന്താ എഴുതിയേ? What is the Sum of sum of ഫസ്റ്റ് ആയിട്ട് എന്തേ പറഞ്ഞോ? ഇല്ല. ഇല്ല സർ. ഫസ്റ്റ് 60 odd numbers. 60 odd numbers. 60 odd numbers. എന്താ ഉത്തരം? 60 square. 60 square. 60 square. 60 സ്ക്വയർ എന്ത് ചെയ്യും? അപ്പൊ ആ ഒരു ഡിഫറൻറ്റ് ആണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചത് കേട്ടോ. ഇങ്ങനെ വരുമ്പോഴുള്ള ഡിഫറൻറ്റ് ശരിക്കും പഠിക്കണം അതൊക്കെ. ഓക്കെ, ഇത്തരം സിമ്പിൾ കാര്യങ്ങളാണ് എക്സാമിന് ഇക്വലും ചോദിക്കാൻ ഉള്ളത്. അത് നമ്മളെ ഒറിജിനൽ എക്സാം, ഇതല്ല ഇപ്പൊ ഉള്ള എക്സാം അല്ല. ഓക്കെ, ഇനി അടുത്തത് സർക്കിളില് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ ഇവിടെ സെന്റർ ഉണ്ടാവും, ഇവിടെ നിന്നും നേരെ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ എയിൽ നിന്നും ബിയിൽ നിന്നാ വരച്ചത്. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ദെൻ വാട്ട് ഈസ് ദിസ് ആംഗിൾ? 30 degree. 30 degree. 30 30 ഡിഗ്രി. വേറെ ആർക്കെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? 60 degree. 60 degree. 60 degree. 60 degree. എത്ര കൂളായിട്ടാണ് നമ്മൾ തെറ്റിക്കുന്നത് നോക്കി. നമ്മൾ സർക്കിൾ എന്ന ചാപ്റ്ററില് കാര്യമായിട്ട് പഠിച്ചൊരു സംഭവമാണ്. ഈ രണ്ട് പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചാൽ കിട്ടുന്ന ആംഗിള് അതിന്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ ഒരു മാർക്ക് എത്ര ലാഘവത്തോടു കൂടിയ കളയണ അല്ലേ? അത് 60 ഡിഗ്രിയാണ് കേട്ടോ. ആ കാര്യം മനസ്സിലാക്കുക. ഈ നേരെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. What is this angle? 30 degree. 30 ആയിരിക്കും. സെൻട്രലിലേക്ക് വരച്ചാലാണ് 60 വരിക കേട്ടോ. ഓക്കെ, സെൻട്രലിലേക്ക് വരച്ചാലാണ് 60 വരിക. ആ കാര്യം പ്രത്യേകവും. ഈ എപ്പോഴും നമുക്ക് ഈ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ശരിക്കും ധാരണ ഉണ്ടായിരിക്കണം. പാരലോഗ്രാം, അതുപോലെ പാരലൽ ലൈൻസ്, ഈ രണ്ട് ആംഗിൾ, ഇതൊരു പാരലോഗ്രാം ആണെങ്കിൽ ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്താ? ആഡ് ചെയ്ത 180. Sum 180. Sum 180. 180 അല്ലെ? ആ, പൊട്ടത്തെറ്റ പറഞ്ഞത് കേട്ടോ. Equal. ഈക്വൽ ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. നമ്മൾ 7ാം ക്ലാസ്സിൽ ഇന്നലെ ഞാൻ ഇവിടുന്ന് അവര് വിക്ടേഴ്സ് ക്ലാസ് കേട്ടതാ സംഭവം. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളോ ഈക്വൽ ആയിരിക്കും. ആ, ഓപ്പോസിറ്റ്. അപ്പൊ ഇത് y ആണെങ്കിൽ ഇതും y തന്നെ ആയിരിക്കും. ഈ എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്താ? അത് കൂട്ടിയാൽ 180. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ
ഒന്ന് നോക്കി പറഞ്ഞാൽ മതി. എക്സും വൈയും കൂട്ടിയാൽ, അതായത് അടുത്തടുത്തുള്ളത് കൂട്ടിയാൽ 180, ഇത് രണ്ടും കൂട്ടിയാ 180 ആണ്, ഇത് രണ്ടും കൂട്ടിയാ 180 ആണ്, ഇത് രണ്ടും കൂട്ടിയാ 180 ആണ്, ഇത് രണ്ടും കൂട്ടിയാലും 180. പക്ഷെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈക്വൽ ആണ്. അങ്ങനെയാണ് സംഭവം. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഒരു പിന്നെ ഇത് ഞാൻ തന്നു. ഇതിന്റെ സെന്റർ ഇതാണ്. ഇവിടെ ഞാനൊരു പാരലോഗ്രാം വരയ്ക്കാം. ഇതൊരു പാരലോഗ്രാം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ABCD ആയിക്കോട്ടെ, ഈ 4 ആംഗിൾസിന്റെയും അളവ് എനിക്കൊന്ന് കിട്ടണം. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. പക്ഷെ എല്ലാ ആംഗിൾസും എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു അളവും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അതിൽ നിങ്ങൾ ആ 4 ആംഗിൾസ് ഒന്ന് എനിക്ക് പറഞ്ഞു. ഡിഗ്രി ആണ് സാർ. 90 ഡിഗ്രി. ഇതോ? ഇത് 90 ആണോ? ഇത് കണ്ടിട്ട് 90 തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഇത് 90 ആണെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ നിൽക്കുക. അത് കൊട്രാക്ട് എടുത്തൊന്ന് നിങ്ങൾ വരച്ചതന്നെ കൊട്രാക്ട് ഒന്ന് അളന്ന് നോക്കി. ആ 90 കിട്ടിയത് എങ്ങനെയൊന്ന് പറയോ? ഒരു ഒരു ആംഗിളോ? ഏത് ആംഗിളാ? ഏത് ആംഗിളാ? ആ, ടോട്ടൽ 360. ഓക്കെ, ഞാൻ അതിലേ വെച്ച് ഈ ഓരോ ആംഗിളും എനിക്ക് പറഞ്ഞു. 90 ഡിഗ്രി. 90 ഡിഗ്രി എല്ലാം 90 ആണോ? അപ്പൊ ഇത് 90 ആണെങ്കിൽ, ഇത് 90 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 45. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ? 180 minus 45. ആ, അത് എത്രയാ? 135 അല്ലെ? അപ്പൊ ഇതെങ്ങനെയാ ഈ പാരലോഗ്രാം ആകുക? പാരലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണ്ടേ? നിങ്ങൾ പറഞ്ഞ ആൻസർ തെറ്റാണ്, ശരിയല്ല. ഇത് രണ്ട് ഈക്വൽ ആയിട്ടാ കിട്ടുക. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ ഞാനിവിടെ ഒരു ചിത്രം ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 120 ആണോ സാർ? ഏത്? ഇതോ? 120. ആ, ഇത് 120. അപ്പൊ ഇത് 60. അപ്പൊ ഇത് 180 minus 120. ഇതോ? 60. ആ, 60. അപ്പൊ ഇതോ? 60. അപ്പൊ ഇങ്ങനെയാണ് എല്ലാ ആംഗിൾസും. ഇതിപ്പോ ഒരു ഗസ്സിങ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതായിരിക്കാം. ഒറിജിനലി ഇത് എങ്ങനെ ചെയ്യും? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അളവും തന്നിട്ടില്ലേ, എന്നിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇത് വരക്കാതെയും കാണട്ടോ. ഞാനിപ്പോ തൽക്കാലം ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്താം. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 2x. ഓക്കെ, അപ്പൊ ഇതോ? 180 minus x. 180 minus.
ഓക്കെ, ഇത് 2x കിട്ടി, ഇത് 180 മൈനസ് എക്സും കിട്ടി. പക്ഷെ ഇത് രണ്ട് ഈക്വൽ ആവണ്ടേ? ഏതൊക്കെ ഈക്വൽ ആവണ്ടേ? 2x പിന്നെ 180 മൈനസ് എക്സും ഈക്വൽ ആവണം, അല്ലെങ്കിൽ ഇത് പാരലഗ്രാം ആവൂല. ഓക്കെ, ഇനി ഞാൻ ഈ മൈനസ് എക്സിനെ ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പൊ 2x പ്ലസ് എക്സ് 180 ആവും. 2x പ്ലസ് എക്സ് എത്രയാ? 3x. 3x. 3x equal to 180. x equal to 180 by 3. 180 by 3 എന്നാ 60 ആണ്. നമ്മൾ ആൻസർ കിട്ടി. ഇത് 60 ആണെങ്കിൽ ഇത് 180 മൈനസ്. ഓക്കെ, അതുകൊണ്ട് ആംഗിൾ ബി എന്ന് പറയുന്നത് 180 മൈനസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇത് 120, അതുകൊണ്ട് ആംഗിൾ ഡിയും 120. അപ്പൊ പിന്നെ ആംഗിൾ എയും 60 ആയിരിക്കും, ആംഗിൾ സിയും 60 ആയിരിക്കും. കാരണം ഇത് 120 ആണെങ്കിൽ 120 ഇത് രണ്ട് കൂട്ടിയത് 180 കിട്ടണ്ടേ? അപ്പൊ 60 120 180. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല ഐഡിയാസ് നമുക്ക് എക്സാമിന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കും കേട്ടോ, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററല് ആംഗിൾ എ 35 ഡിഗ്രി ആണ്, ആംഗിൾ ബി 190 ഡിഗ്രി, സോറി 160 ഡിഗ്രി. ഓക്കെ, ആംഗിൾ സി 45 ഡിഗ്രി. ഓക്കെ, അപ്പോ ഇവിടെ ഈ മൂന്ന് ആംഗിൾസ് ഒന്നും ആംഗിൾ ഡി തന്നിട്ടില്ല. ആംഗിൾ ഡി നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഒരു ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ ഫോർത്ത് ആംഗിൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ചോദ്യം ഇതാണ്, ഈ ആദ്യത്തെ മൂന്ന് ആംഗിൾസ് എ ബി സി ഉണ്ടല്ലോ, അതിലൂടെ ആ 3 പോയിന്റിലൂടെ നമ്മൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഡി എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 3 ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടെത്താൻ പറ്റും. ഈ ആംഗിൾ ഡി എത്രയായിരിക്കും? പറയ്. എല്ലാ ആംഗിൾസിനും 360 മൈനസ് ചെയ്യാം. അതന്നെ ചെയ്ത് പറയൂ. 160 പ്ലസ് 240 ആകുമ്പോൾ 120. അപ്പൊ ഈ 120 കണ്ടെത്തുന്നതോടുകൂടി നമുക്ക് ഒരു മാർക്കായി. ഈ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിള് എ ബി സി എന്ന ഒരു ട്രയാങ്കിള് എ ബി സി ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററല് വരക്കുമ്പോ ഡി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സർക്കിളിന് പുറത്തായിരിക്കോ, സർക്കിളിന് ഉള്ളിലായിരിക്കോ, സർക്കിളായിരിക്കോ എന്നുള്ളതാണ് ചോദ്യം. സർക്കിളിന്റെ ഉള്ളിൽ. ഇൻസൈഡ് സർക്കിൾ. ഓക്കെ, കാരണം മൂന്നാമത്തെ ആംഗിള് എന്ന് പറയുന്നത് അത് 120 ആണ്. 120 ആവുമ്പം കുറവാണ്. 180 വരണം ശരിക്കും സർക്കിളിൽ വരണമെങ്കിൽ ശരിക്കും 180 വരണം. അപ്പൊ ഇത് സർക്കിളിന്റെ 120, ആംഗിൾ ബി അറിയുന്നത് 160 ആണ്. ഓക്കെ, ആംഗിൾ ഡി 120. അപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ആംഗിളാ വരുന്നത്. 180ന്റെ മുകളിൽ വരികയാണെങ്കിൽ അത് ഇങ്ങോട്ട് ഉള്ളോട്ട് ഇങ്ങനെ വരിക ചെയ്യാം. 180നേക്കാൾ താഴെയാണെങ്കിൽ ഈ ഡി അറിയുന്ന പുറത്തായിരിക്കും.
അപ്പൊ ആംഗിൾ ബി തന്നെ 160 ഉണ്ട്. ഈ ആംഗിൾ ഡി 20 ആണെങ്കിൽ സർക്കിളിലായിരിക്കും, പക്ഷെ അത് അതിനേക്കാൾ കൂടുതലുണ്ട്, അതുകൊണ്ട് ഉള്ളിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഓൺ ദി സർക്കിൾ, ഇൻ ദി സർക്കിൾ ആൻഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ, അത് ഓർത്തിരിക്കും. വേറൊരു ക്വസ്റ്റ്യന്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 10, 16, 22 എക്സെട്ര. അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Can the sum of any terms be the term of the sequence? Can the sum of any two terms be a term of the sequence? Justify. ഇതിലെ രണ്ട് ടേം എടുത്തു കഴിഞ്ഞാല് അത് അതിൽ തന്നെ ഉണ്ടാകുമോ എന്നാ ചോദ്യം. ഫോർ എക്സാമ്പിൾ 10ഉം 16ഉം എടുത്തു, ഇപ്പൊ 26 കിട്ടുക. ആ 26 ഇതിലുണ്ടോ? അപ്പൊ ഒരു എക്സാമ്പിൾ അല്ല, ഏത് രണ്ട് നമ്പർ എടുത്താലും അത് ഇതിൽ വരുന്നുണ്ടോ, അതിന്റെ സമ്മ ഇതിൽ വരുന്നുണ്ടോ എന്ന് പറയണം. ഓക്കെ, ഇതിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേം എടുക്കുക. ടേം എടുത്തു കഴിഞ്ഞാൽ ആ ടേമിന്റെ സമ്മ അത് ഇതിൽ വരുന്നുണ്ടോ? ഈ സീക്വൻസ് ഇവിടെ 3 അല്ലല്ലോ, ഇനിയുണ്ടല്ലോ കുറെ, എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് കിട്ടേണ്ടത്. ഓക്കെ, എങ്ങനെ ചെയ്യും? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതിയോ? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ? മൾട്ടിപ്പിൾ ആണോ? അതെങ്ങനെയാ, എന്തിന്റെ ഏതാ ചെക്ക് ചെയ്യേണ്ടത്? അങ്ങനെ കുറെ പേരുകൾ ഉണ്ടാവില്ലേ? ചോദ്യം ഇതാണ്. ഉണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഉത്തരം 56 ആണെങ്കിൽ ആ 56 ഇതിൽ ഉണ്ടാകുമോ എന്നാ ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് എഴുതി നോക്കിയിട്ട് നടക്കൂല. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ എക്സൻ കണ്ടെത്തുക. എക്സൻ എത്രയാ പറഞ്ഞേ? പറയൂ. 6n + 4 ഈ 6 കിട്ടിയത് കോമൺ ഡിഫറൻസാ. കോമൺ ഡിഫറൻസ് 6n, പിന്നെ 6 4 10. അങ്ങനെ പെട്ടെന്ന് എഴുതാം. dn + f - d എന്ന് ഉപയോഗിച്ച ശരിക്കും ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നില്ല, അങ്ങനെ നേരിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോ ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. ഏത് ടേം അറിയോ? nth ടേം. ഇനി വേറെ ടേം കൂടി വേണം. ആ ടേം ഞാൻ mth ടേം എടുക്കണം. mth ടേം എങ്ങനെ എഴുതും? അപ്പോ 6m + 4 6m + 4. ഓക്കെ, ഇനി നമുക്ക്
ഇപ്പൊ 2 ടേംസ് ആയിട്ടോ. അതിന്റെ സമ്മ് ഇതിലുണ്ടോ ആ ചോദ്യം. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും സമ്മ് ഒന്ന് കണ്ടോക്കാം. xn പ്ലസ് xm ഇത് രണ്ട് കൂട്ടുക. 6n പ്ലസ് 4 പ്ലസ് 6m പ്ലസ് 4. അപ്പോ ഈ 6n ഉം 6m ഒന്നും കൂട്ടാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ അവിടെ എഴുതുക 6n പ്ലസ് 6m. പക്ഷെ ഈ 4 കൂട്ടാൻ മതി 8 ആണ്. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 2 ടേംസിന്റെ സമ്മ് ഇതിൽ വരുമെന്ന്. ഈ സീക്വൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനൊക്കെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ് റിമൈൻഡർ കിട്ടുക. ശരിയാണോ? ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 4 റിമൈൻഡർ വരില്ലേ? ഇതിനെ 6 കൊണ്ട് 6 into 6 12 ആകും. ബാക്കി 4 ഉണ്ടാവും. അത് നമ്മൾ ഓരോന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പറയേണ്ടത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 റിമൈൻഡർ ആണ്. അപ്പോ ഇതില് ഈ ഓരോ ടേമിന്റെ പ്രത്യേകത 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 റിമൈൻഡർ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ ഈ സമ്മില്ലേ, ഈ സമ്മ് ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 റിമൈൻഡർ വരണം. നമുക്ക് 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കതിനെ. ഇതിനെ 6 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെയും 6 ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഇതാ, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 2. റിമൈൻഡർ 2 ആ കിട്ടുന്നത്. നമുക്ക് കിട്ടേണ്ടത് 4 ആ റിമൈൻഡർ വരണ്ടേ. അതുകൊണ്ട് സമ്മ് ഇതിൽ ഉണ്ടാവില്ല. ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ സമ്മ് എടുത്താൽ, ഇപ്പൊ ഒരു എക്സാമ്പിള്, ഇപ്പൊ 22 6 കൂട്ടി പോന്ന് 22 കഴിഞ്ഞാൽ പിന്നെ 28 ആയിരിക്കും. 10ഉം 16ഉം കൂട്ടി 26 26 ഇതിലില്ല. 16ഉം 22ഉം കൂട്ടിയാൽ 38 വരിക. 38 ഇതിലുണ്ടോക്കെ നമുക്ക്. 28ന്റെ കൂടെ 6 കൂട്ടിയാൽ 34, 34ന്റെ കൂടെ 6 കൂട്ടിയാൽ 40. കണ്ടോ 38 ഇതിലില്ല. അപ്പൊ അത് എല്ലാം ഇങ്ങനെ എഴുതി നോക്കാൻ പറ്റില്ല. 2 എണ്ണം എടുക്കുന്നു, അതിന് ആഡ് ചെയ്യുന്നു, എന്നിട്ട് റിമൈൻഡർ നോക്കിയാൽ മതി. കണ്ടോ, ഇത് 2 4 ആ റിമൈൻഡർ വരില്ല. പക്ഷെ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആ റിമൈൻഡർ വരും. ഇതേപോലെ പ്രൊഡക്റ്റ് നോക്കാൻ പറ്റും. xn ഉം xm ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം? 6n പ്ലസ് 4, അതുപോലെ തന്നെ 6m പ്ലസ് 4. ഇത് രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എങ്ങനെയാ? 6n ഉം 6m ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 36n. 6n ഉം 4 മൾട്ടിപ്ലൈ ചെയ്താൽ 24n. 4ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 24m. 4ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 16. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ 4 റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാ? 16നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാ? പറയൂ. 4 ആണ്. അപ്പൊ റിമൈൻഡർ 4 കിട്ടുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ? പ്രൊഡക്റ്റ് ഇതിൽ ഉണ്ടാകുന്നു. അതായത് 10 × 16 160 ഉണ്ടാവും. നോക്കിക്ക് നിങ്ങൾ വേണമെങ്കിൽ എഴുതി നോക്കുക. പ്രൊഡക്റ്റ് ഇതിലുണ്ട്. കാരണം എന്താ? റിമൈൻഡർ 4 കിട്ടുന്നത് 6 കൊണ്ടാ എപ്പോഴും ഡിവൈഡ് ചെയ്യാം. ഇതിനൊക്കെ 6 കൊണ്ട് കറക്റ്റ് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഇതിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 കിട്ടും. അതുകൊണ്ട് പ്രൊഡക്റ്റ് അതിലുണ്ട്. ഓക്കെ, ഇനി ഏതാ? ഇനി പ്രൊഡക്റ്റ് സമ്മ്. ഇനി സ്ക്വയേഴ്സുകൾ ഇതിലുണ്ടോന്ന്. ഏത്? 10ന്റെ സ്ക്വയർ, 16ന്റെ സ്ക്വയർ, അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവുമോ? 10ന്റെ സ്ക്വയർ 100 ഇതിൽ വരുമോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പൊ സ്ക്വയർ ആണ് ഓരോ ടേമിന്റെയും സ്ക്വയർ. അപ്പൊ ഒന്ന് സ്ക്വയർ കണ്ടോക്കിയാൽ മതി. ഏതിന്റെ സ്ക്വയറാ കണ്ടോക്കുക? ഒന്ന് 2 എണ്ണം വേണ്ടല്ലോ, ഒന്നിന്റെ സ്ക്വയർ കണ്ടോക്കിയാ പോരെ. അപ്പൊ ഈ xnന്റെ സ്ക്വയർ ഒന്ന് കണ്ടോ. ഇത് a+b ഹോൾ സ്ക്വയർ ആ. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആദ്യം വേണം 36n സ്ക്വയർ. പിന്നെ 2ab എന്നൊരു കാര്യമുണ്ട്. 2ab ഇത് a സ്ക്വയർ ആയിരുന്നു പ്ലസ് 2ab.
2ab 48 n വരും പ്ലസ് 4ന്റെ സ്ക്വയർ 16. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ 4 കൊണ്ട് അല്ല 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 6നെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരും? 4. അപ്പൊ സ്ക്വയറുകൾ ഇതിലുണ്ട്, അതായത് 10ന്റെ സ്ക്വയർ ആയ 100 ഇതിലുണ്ടാവും എന്ന് എഴുതി വെക്കും. പ്രൊഡക്റ്റും ഉണ്ട് സ്ക്വയറും ഉണ്ട്, പക്ഷെ സം ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ. അപ്പൊ ഡിഫറൻസ് ചോദിക്കാം, ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഇതേപോലെ ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നതാണ് ചെയ്തു നോക്കുക കേട്ടോ. ഇനി പ്രോബബിലിറ്റി എന്ന ഭാഗത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് പിന്നെ ഡൈ ടോസിങ്ങുമായി ബന്ധപ്പെട്ട്. അതില് പിന്നെ ഒരു ഡൈസിന്റെ ചോദിക്കാറ്, അല്ലെങ്കിൽ 2 ഡൈസ്, 2 ഡൈസ് ഒരുമിച്ച് ടോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്യുക. രണ്ടും ഒരേ മീനിങ് ഉള്ള കേട്ടോ. ഓക്കെ, രണ്ടും ഒരേ മീനിങ് ആണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ അതില് ഇപ്പൊ 2 ഡൈ ആണ് ടോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പറുകൾ ഒരു ഡൈയില് 1ഉം മറ്റേ ഡൈയിലും ഇതേപോലെ 1 തന്നെ കിട്ടാം. അല്ലെങ്കിൽ ആദ്യത്തെ ഡൈയില് 1ഉം രണ്ടാമത്തെ ഡൈയില് 2 ഇങ്ങനെ കിട്ടാം. ഇങ്ങനെ ആകെ എത്ര വിധത്തിൽ കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാ? 36. അപ്പൊ 2 ഡൈസ് ആണെങ്കിൽ ആ 36 എന്ന നമ്പർ ഓർത്തിരിക്കണം. ഒരു ഡൈ ആണെങ്കിൽ 6 ആണ്. പ്രോബിലിറ്റി കാണുമ്പോഴേ നമ്മൾ എന്തിന്റെ പ്രോബിലിറ്റി കാണുമ്പോഴും ബൈ ഒരു നമ്പർ എഴുതും. ഇപ്പൊ 2 ഡൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബൈ 36 എന്ന് എഴുതാം. ഒരു ഡൈ ആണെങ്കിൽ ബൈ 6 എന്ന് എഴുതാം. ഇനി പിന്നെ ഒറ്റ ഡൈ ആണെങ്കിൽ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന, ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് പ്രൈം നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ ഇൻ എ ടോസിങ് ഓർ ത്രോവിങ് ഓഫ് എ ഡൈ? ഒരു ഡൈ ടോസ് ചെയ്യുമ്പം പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ത്? 1/3. പറയൂ. 1/3. ഒരു ഡൈ ടോസ് ചെയ്യുമ്പം 2, 3, 5 ഈ 3 പ്രൈം നമ്പർ ഉണ്ട്. അപ്പൊ 6 3 അപ്പൊ എത്ര കിട്ടുക? 1/2. 1/3 എന്നാണ് പറഞ്ഞല്ലോ, 1/2 ആണ് അല്ലെ? ശരിയല്ലേ? ഓക്കെ, നമ്മള് ഡൈ ടോസ് ചെയ്ത് ആകെ കിട്ടുന്ന ഈ 6 1, 2, 3, 4, 5, 6. അതിൽ 2ഉം 3ഉം 5ഉം ആണ് പ്രൈം നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ 6 3/6 = 1/2. അതേപോലെ 2 ഡൈസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, 2 ഡൈസ് ആണെങ്കിൽ ബൈ 36 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ 2 നമ്പറുകൾ ഇതേപോലെ നമുക്ക് കിട്ടും 2 ഡൈസ് ടോസ് ചെയ്താൽ. അപ്പൊ ആ 2 നമ്പറും സെയിം ആവാനുള്ള പ്രോബിലിറ്റി എന്ത്? What is the probability of getting the numbers same numbers in the 2 dice? Okay, 2 ഡൈസിലും 2 നമ്പറും സെയിം ആവാനുള്ള പ്രോബിലിറ്റി എന്ത്? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബൈ 36 എന്നാ എഴുതാം. ഇനി മുകളിൽ എന്ത് എഴുതും? 6. കാരണം ഒരേ നമ്പർ വരണമെങ്കിൽ ഇങ്ങനെ വരണം. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6. ഇത് 6 ഇനി വേറെ ക്വസ്റ്റ്യൻ, സം ഓഫ് ദി നമ്പേഴ്സ് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള നമ്പേഴ്സ് 2 ഉണ്ടല്ലോ. സം ഓഫ് ദി നമ്പേഴ്സ്, ഈ 2 നമ്പറിന്റെ സം 8 ആവാനുള്ള പ്രോബിലിറ്റി എന്ത്? സം 8.
ഏത് 8 ഇപ്പൊ 6 6 കൂട്ടിയ 12 അല്ലേ? അതേപോലെ 8 സമ്മ് വരാനുള്ള പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം 8. അതെങ്ങനെ? കിട്ടിയ? Three by 36. 3/10. നോക്കാം നമുക്ക്. 8 സമ്മ് വരുന്ന ഒന്നാണ് 2 6, ശരിയല്ലേ? 3 5. 8 ആണല്ലോ അല്ലേ സമ്മ്? 4 4. 5 3. 6 2. എത്ര ഉണ്ട്? 5 5 അല്ലേ? ആ 5/36. 5/36 ആണ് കേട്ടോ. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ടാവില്ല, അതേപോലെ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 3 എന്ന് പറഞ്ഞത്. ഇത് രണ്ടും വ്യത്യാസമാണ്. 2 ഡൈ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഡൈന് 2ഉം രണ്ടാമത്തെ ഡൈന് 6ഉം. ഇത് നേരെ തിരിച്ച്, ആദ്യത്തെ ഡൈന് 6, രണ്ടാമത്തെ ഡൈന് 2. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ എഴുതിയറിയോ? 2 3 4 5 6 അങ്ങനെ ഒരു ഓർഡർ ആക്കിയിട്ട് എഴുതി. അപ്പൊ 5 ഉണ്ട് 5/36. ഇനി പ്രോബിലിറ്റി ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ്. ഇൻ എ ബോക്സ് there are 5 black beads, 4 white beads. Okay, in another box 6 black beads and 14 white beads. Okay, ഈ രണ്ട് ബോക്സിൽ നിന്നും if one bead is selected from each box, ഓരോന്നിൽ നിന്നും ഓരോന്ന് സെലക്ട് ചെയ്യും. ഇവിടുന്ന് ഒന്നും ഇവിടുന്ന് ഒന്നും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ടും സെയിം കളർ ആവാനുള്ള പ്രോബിലിറ്റി. സെയിം കളർ. ഓക്കെ, സെയിം കളർ ഉദ്ദേശിച്ച് ഇവിടുന്ന് എടുത്ത ബീഡ്സും ഇവിടുന്ന് എടുക്കുന്ന ബീഡ്സും ഓരോന്നേ എടുക്കുന്നുള്ളൂ നമ്മള് കേട്ടോ. 1 bead is selected from 2 boxes. ഇവിടുന്ന് ഒന്നും ഇവിടുന്ന് ഒന്നും. അങ്ങനെയെങ്കിൽ രണ്ടും സെയിം കളർ. ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ ബ്ലാക്ക് തന്നെ കിട്ടുക, വൈറ്റ് കിട്ടുകയാണെങ്കിൽ വൈറ്റ് തന്നെ ഇവിടുന്ന് കിട്ടുക. ഓക്കെ, അങ്ങനെ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് പറഞ്ഞോളൂ. ആൻസർ എങ്ങനെയാ? ഇത് ഫൈസർ എടുത്തിരുന്ന അല്ലെ? സ്കൂളിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സ്കൂളിൽ ഇപ്പം 4ാമത്തെ ചാപ്റ്ററിൽ, 5ാമത്തെ തുടങ്ങിയാടാ സ്കൂളില്? തുടങ്ങിയിട്ടില്ല. 4ാമത്തെ കഴിഞ്ഞു തോന്നും അല്ലേ? ലാസ്റ്റ് ക്ലാസ്സാ. ലാസ്റ്റ്. ഓക്കെ, പറയൂ. ഓക്കെ, മറന്നുപോയി. സാർ എങ്ങനെയാ പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ എങ്ങനെയാ പറയണത്. ആദ്യം ഇതിനെ ടോട്ടലി എണ്ണം അറിയണം. ഇവിടെ 9ഉം ഇവിടെ 20 ആണ്. നമ്മൾ ഇവിടുന്ന് ഒന്നും എടുക്കുമ്പോൾ കാര്യം പറയണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9ഉം 20 ആഡ് ചെയ്തിട്ടല്ല പറയുന്നത്. 9 × 20 എന്നാണ് താഴെ. അതെപ്പോഴാ അറിയാം ഇങ്ങനെ ഇൻഡ് ചെയ്യുന്നത്? ഇവിടുന്ന് ഒന്നും എടുക്കുമ്പോൾ. ഇവിടുന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ by9 9, ഇവിടുന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ by20 9. പക്ഷെ ഇവിടുന്ന് ഒന്നും എടുക്കുകയാണെങ്കിൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അല്ല കൂട്ടല്ല. 20 9 കൂട്ടല്ല. ഇനി നമ്മളോട് എന്താ പറഞ്ഞേ? രണ്ടും ഒരേ കളർ കിട്ടണം. അപ്പൊ ഈ ബ്ലാക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഇവിടുന്നും ബ്ലാക്ക് കിട്ടണം. അതായത് ഈ 5 എടുക്കണം, അല്ലെങ്കിൽ ഈ 6 എടുക്കണം. ഈ 5 6 നമ്മൾ എന്ത് ചെയ്യണം? ഒന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. ആഡ് ചെയ്യല്ല, മൾട്ടിപ്ലൈ. ഇനി ഒരേ കളർ കിട്ടണമെങ്കിൽ
ഇവിടുന്ന് എടുത്താലും മതി, രണ്ടും വൈറ്റ് ആകുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 4ഉം 14 എന്ത് ചെയ്യണം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു പ്ലസ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 6 30 പ്ലസ് എത്ര വരിക 64 അല്ലേ. ഓക്കെ, 40ഉം 16 40ഉം 56 divided by 180 equal to 86/180. ഇങ്ങനെ കാണാം. ഓക്കെ, ഇനി ചിലപ്പോ പലരും ചോദിച്ചു രണ്ടും ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 black ball? അപ്പൊ 2 black ball ചോദിക്കുകയാണെങ്കിൽ ഈ താഴെ ഭാഗത്ത് ഒരു മാറ്റമില്ല, 180 180 വരിക. ഈ 2 × 9 × 20 രണ്ടും ബ്ലാക്കാ ചോദിച്ചത്, രണ്ടും ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്യാം? 5 × 6. 5 × 30/180. 30/180. ഇതേതാ? രണ്ടും ബ്ലാക്ക് വരാനുള്ള പ്രോബിലിറ്റി. സി രണ്ടും വൈറ്റ് വരാനുള്ള പ്രോബിലിറ്റി. അപ്പൊ 180 മുകളിൽ വരും 56. 56/180. മതി. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി പറയാം. അറ്റ്ലീസ്റ്റ് 1 black, ഒരു ബ്ലാക്ക് എങ്കിലും കിട്ടാനുള്ള പ്രോബിലിറ്റി. ഒരു ബ്ലാക്ക് എങ്കിലും പറഞ്ഞാല് നമ്മൾ ഇവിടുന്ന് ഒന്നും എടുക്കുന്നുണ്ട്, 2 എടുക്കുന്നുണ്ട്. ആ 2 എടുക്കുമ്പം ഒരു ബ്ലാക്ക് എങ്കിലും വരണം, ഒരു ബ്ലാക്ക്. അപ്പൊ ഏതാ പറ്റാത്തത്? രണ്ടും വൈറ്റ് ആണ്, പറ്റൂല. നോക്കൂ, ടോട്ടൽ ഇവിടെ 180 ആണുള്ളത്, ടോട്ടൽ 180 ആണുള്ളത്. അപ്പൊ ഏതാ പറ്റാത്തത്? രണ്ടും വൈറ്റ് ഉള്ളത് പറ്റൂല, രണ്ടും വൈറ്റ് ഉള്ളത് 56 അല്ലേ. അപ്പൊ എന്ത് ചെയ്താ മതി? ആ 180 56 ഒഴിവാക്കിയാൽ മതി. അപ്പൊ ആൻസർ ആവും. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ന കാര്യം, അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്, ഒരു ബ്ലാക്ക് എങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രണ്ടും വൈറ്റ് പറ്റില്ല. രണ്ടും വൈറ്റ് എന്ന് പറയുന്നത് 56ആണ്. അപ്പൊ 180 56 ഒഴിവാക്കിയാൽ മതി. 180 56 ഒഴിവാക്കിയിട്ട് എഴുതാം. ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഈ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ വരക്കാനുള്ളത് ഞാൻ പറഞ്ഞത്, അത് വരച്ച് പഠിക്കണം കേട്ടോ. ഒന്ന്, ഒരു റെക്റ്റാങ്കിള് തന്നിട്ട് അതിനെ അതേ ഏരിയ ഉള്ള സ്ക്വയർ ആക്കി മാറ്റുന്നത്. എങ്ങനെ വരയ്ക്കുക? ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് ഒരു 5 സെന്റിമീറ്റർ നമ്മൾ നീട്ടി വരയ്ക്കുന്നു. എന്നിട്ട് ഈ 2 ഭാഗത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിള് സെമി സർക്കിൾ വരക്കുന്നു. ഇത് കുറച്ച് ഇങ്ങോട്ട് നീട്ടി വരക്കുന്നു. എന്നിട്ട് ഈ അളവ് എടുക്കുന്നു. ഞാൻ പല ആളുകളെയും നോട്ട് നോക്കിയാൽ മനസ്സിലാക്കിയത്, ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേ അളവ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഓക്കെ, അത് ഇതേ അളവ് എടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത്, ഇവിടെ വെച്ചിട്ട്. എന്നിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നോക്കി ഞാൻ വരച്ച സ്ക്വയർ തന്നെയാണോ. ഈ സ്ക്വയർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. 5 അല്ലെങ്കിൽ 4 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നിർബന്ധമായിട്ടുണ്ട്. അത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ മാറ്റി തരും, കാരണം അത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി വേറെ ഒന്ന് വരയ്ക്കാനുള്ളത്, ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ്, ഒന്ന് 50
ഒന്ന് 60. ഓക്കെ, ഇതിന്റെ സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിൾ വരക്കാനാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ വരക്കാന് പിന്നെ ആദ്യം കൊണ്ടുപോയിട്ട് ഈ ട്രയാങ്കിൾ വരക്കാനൊന്നും കഴിയില്ല, കാരണം ഇതിന്റെ സൈഡ്സ് ഒന്നും തന്നിട്ടില്ല. 50യും 60യും ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം സർക്കിൾ ആണ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരക്കും. എന്നിട്ട് 50 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഡബിൾ എടുത്തിട്ട് 100 ഡിഗ്രി ആയിട്ട് നമ്മൾ ഇവിടെ വരക്കും. ഇതൊക്കെ നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒന്നാണ്. 60 ആണെങ്കിൽ ഒരു 120 ഡിഗ്രി എടുത്തിട്ട് വേറൊന്നും വരും. എന്നിട്ട് ഇത് ഇങ്ങനെ ചേർത്ത് വരച്ചാൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ട്രയാങ്കിൾ ആയിട്ട് മാറും കേട്ടോ. ഇതിന്റെ ഈ ആംഗിള് 50 ആയിരിക്കും, കാരണം 50ന്റെ ആ ഡബിൾ അവിടെ വരിക. അതേപോലെ ഇത് 120 ആയതുകൊണ്ട് ഇതായിരിക്കും 60 വരിക. ഓക്കെ, സർക്കിളാ വരച്ചിരിക്കുന്നത്. അതിന് 2 ആംഗിൾ 60യും 50 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് 5 മാർക്ക് വാങ്ങാൻ പറ്റും. ഇത് രണ്ടും എന്തായാലും ഉണ്ടാകും, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇനി അത് വരക്കാതെ കാണരുത് കേട്ടോ. ഓക്കെ, പേപ്പറിൽ അത് എന്തായാലും ഉണ്ടായിരിക്കണേ, അത് വരച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം, എങ്കിലേ എക്സാമിന് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തൊടാൻ കഴിയില്ല. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് പഠിച്ചിരിക്കണം. അതൊന്നുമല്ല, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ നെറ്റിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടും. പല ആളുകൾ എന്നോട് വിളിച്ചിരുന്നു ക്വസ്റ്റ്യൻസ് അയക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പലപ്പോഴും പുറത്താകുമ്പോൾ എൻ്റെ മൊബൈൽ ആ സംഗതി ഉണ്ടാകും, അപ്പൊ അയച്ചുതരാൻ പറ്റും. വീട്ടിലെത്തിരി കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കണം. ഓക്കെ, അപ്പൊ രാത്രി കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കാണുന്നതൊക്കെ അയച്ചൊരു പരമാവധി കേട്ടോ. എന്നാ ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകൾ നിർത്താം കേട്ടോ. ഒക്കെ ശരിക്കും പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട്. ചില ആളുകൾ പഠിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞിട്ട് എക്സാമിനൊന്നും വരില്ല, അതിനൊന്നും ആവശ്യമില്ല, എക്സാമിന് വേണ്ടി വരിക കേട്ടോ. ഓക്കെ, എന്നാ ശരി കേട്ടോ. ഓക്കെ, ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങളെ റെക്കോർഡിങ്സ് എന്ന ഭാഗത്ത് ഉണ്ടാവും, അവിടെ നോക്കിയിട്ട് നോട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ. ഓക്കെ, താങ്ക് യു.